ചലച്ചിത്ര താരം ഹണി റോസിനെതിരായ പരാമർശം അവഹേളിക്കാനായിരുന്നില്ലെന്ന് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. വേദിയിൽ മാത്രമായി പറഞ്ഞ പരാമർശം വളച്ചൊടിക്കപ്പെടുകയായിരുന്നു. ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയതിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നും അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പഴയൊരു പരാതിയാണ്, താനിത് ഉദ്ദേശിച്ചില്ല എന്നൊക്കെ ബോബി പറയുന്ന മൊഴി എവിടെയാണ് അദ്ദേഹം നൽകിയത്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് പ്രാഥമിക ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ നടന്നത്. എറണാകുളം SHOയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. ആ ഘട്ടത്തിലാണ് ബോബി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. താൻ ഒരിക്കലും ഒരാളെയും അവഹേളിക്കണമെന്ന് കരുതിയല്ല പറഞ്ഞത്. ആ വേദിയിൽ മാത്രമായി പറഞ്ഞൊരു പരാമർശമാണ്. അതിൽ ഒരു തെറ്റും താൻ കാണുന്നില്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മുൻപിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചിരുന്നു. ഒപ്പം 4 മാസം മുൻപ് നടന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഉന്നയിച്ച അല്ലെങ്കിൽ പരിപാടി താൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ പരാതിയായി വരുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അങ്ങനെ ഹണി റോസിനെതിരെ ഒരു നിലപാട് കൂടി ബോബി ചെമ്മണ്ണൂർ ഈ വിഷയത്തിൽ പോലീസിന് മുൻപിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ ഹണി റോസിനുണ്ട് എന്നൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ മൊഴിയായി നൽകിയിരിക്കുന്നത്. പോലീസ് പക്ഷേ ഈ മൊഴികളൊന്നും വിശ്വസിച്ചിട്ടില്ല. പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ പരിപാടി നടന്ന സ്ഥലത്തുള്ള ആളുകളുടെ മൊഴിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാമറാമാരുടെ അടക്കം ആ വീഡിയോകൾ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഡംബരത്തിന്റെ പ്രതീകമായ അല്ലെങ്കിൽ സുബ്രഹ്മണ്യയുടെ പരകോടിയിൽ നിന്നിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രി അന്തി ഉറങ്ങിയത് ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഇടപെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായി കണക്കാക്കാം. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ കോടതിയിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഷാജിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഒരു ദിവസം ബോബി ചെമ്മണ്ണൂരിനെ ഈ പോലീസ് സ്റ്റേഷനിൽ കിടത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഒളിഞ്ഞിരുന്ന ആക്രമണം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയും സന്ദേശവുമാണ്. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടില്ല, നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടാമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് വരാം എന്ന് കേരള പോലീസ് നൽകുന്ന ക്രിസ്റ്റൽ ക്ലിയർ സന്ദേശമായി അതിനെ കണക്കാക്കാം. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ അടക്കം വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരടക്കം വലിയ ആത്മവിശ്വാസത്തിലാണ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ചുമത്താൻ നേരത്ത് ജാമ്യം ലഭിക്കാറുണ്ട്. അത് അന്വേഷണവുമായി സഹകരിക്കാം എന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ജാമ്യം അനുവദിക്കാറുണ്ട്. അത് ഇവിടെയും സംഭവിക്കുമെന്ന് അവർ പങ്കുവെക്കുന്നു. ബി രാമൻപിള്ളയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനൊപ്പം വേണ്ടി ഹാജരാകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കേസിന്റെ അന്വേഷണം, ഈ ജാമ്യം ലഭിച്ചാൽ പോലും അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ പരമാവധി സമാഹരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതൊരു മാതൃകയായി, അല്ലെങ്കിൽ ഈ കേസ് ഒരു മാതൃകയായി, അതായത് സമീപകാലങ്ങളിൽ ഒരുപക്ഷെ സൈബർ ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ സൈബർ ലിഞ്ചിങ്ങോ ഒക്കെ നടത്തുന്ന പരാതികൾ വരികയും പോലീസ് അങ്ങനെ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് ഒരു മറുപടി നൽകുക ഈ കേസ് വഴിയെന്ന് പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ആദ്യപടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ്. ഇനി തുടർ നടപടികൾ, ഇത്തരം കേസുകൾ വരുമ്പോൾ സമാനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നും ഉറപ്പിച്ചു പറയാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന് മുൻപിൽ ജാമ്യം അടക്കം ലഭിച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. അതിനുശേഷം ഈ ഡിജിറ്റൽ തെളിവുകൾ സമാഹരിച്ച് ബോബിയെ പൂട്ടുക എന്ന് തന്നെയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും കാര്യമായി ആക്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. വളരെ അശ്ലീലവും അതുപോലെ അവരുടെ ബന്ധുജനങ്ങളെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹണി റോസ് തന്നെ 20 യൂട്യൂബർമാർക്കെതിരായിട്ട് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലെ വരുമാനം കിട്ടാൻ വേണ്ടി എന്തും എഴുതി പിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. മാത്രമല്ല യൂട്യൂബ് പോലും പ്രതിക്കൂട്ടിൽ, ഗൂഗിൾ കമ്പനിയൊക്കെ ആൾക്കാർ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാലം വിദൂരമല്ല. നമുക്കൊക്കെ ഈ ഗൂഗിൾ കമ്പനിയുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ്. നമ്മളൊക്കെ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയമായിരിക്കുന്നു. കാരണം ഏത് വേലിയും ഒരിക്കൽ നമ്മോട് പറയും നിയന്ത്രണങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിനുള്ള അവസരമായിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പയിൻ ഇത്തരം സൈബർ പോരാളികൾ എന്നല്ല, ഇവർ തെമ്മാടിത്തരം കാണിക്കുന്നവരാണ്. ഇവരെ നമ്മൾ അങ്ങനെയാണ് വിളിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അനാവരണം ചെയ്യുന്ന ക്യാമ്പയിൻ തുടരുകയാണ്.